ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂവി ലവേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയകളിലൊന്നാണല്ലോ കൊറിയൻ മൂവീസ്. അപ്രതീക്ഷിതമായ സസ്പെൻസുകളും ട്വിസ്റ്റുകളും കൊണ്ട് പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നതിൽ കൊറിയൻ സിനിമകൾ ഒന്നാമതാണ്. അത്തരത്തിലൊരു കിടിലൻ സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒട്ടും പിടിതരാത്ത കുറേ ട്വിസ്റ്റുകളും സസ്പെൻസും നിറഞ്ഞതാണ് 2017 പുറത്തിറങ്ങിയ ഫോർഗോട്ടൺ എന്ന സിനിമ. നിങ്ങളൊരു മൂവി ലവറാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോ ജിൻസുക് ഏതോ ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാണ്. കണ്ണു തുറക്കുമ്പോൾ അവനൊരു കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അവൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെയുണ്ട്. അവർ അവരുടെ പുതിയ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ബാക്കി എല്ലാവരും നല്ല ഹാപ്പി ആണെങ്കിലും ജിൻസുക് ആ ദുസ്വപ്നത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും. ഒടുവിൽ അവർ പുതിയ വീട്ടിലേക്ക് എത്തിച്ചേരും. ആദ്യമായി ആ വീട് കണ്ടപ്പോൾ തന്നെ താൻ ആ വീട് മുന്നേ എപ്പോഴോ കണ്ട പോലെ ഒരു തോന്നൽ ഹീറോയിനുണ്ടാകും. അവൻ്റെ ചേട്ടനും ആ വീട് ഇഷ്ടപ്പെടും. അവൻ്റെ ചേട്ടനാണെങ്കിൽ പഠനത്തിൽ മാത്രമല്ല ആർട്സ്, സ്പോർട്സ് അങ്ങനെ എല്ലാ മേഖലയിലും മിടുക്കനാണ്. അവന് കുറേ ആരാധകരുമുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ തിരിച്ചും. പഠനത്തിൽ ഉഴപ്പനായ അവൻ ഇനിയും കുറേ പരീക്ഷകൾ പാസ്സാവാൻ തന്നെയുണ്ട്. എന്നാലും അതിൻ്റെ ഒരു അസൂയയും കുശുമ്പുമൊന്നും അവന് ചേട്ടനോടില്ല. അവനും ചേട്ടനോട് ആരാധനയും ബഹുമാനവും തന്നെ. കഴിഞ്ഞ വർഷം ഒരു അപകടത്തിൽ ചേട്ടൻ്റെ ഇടതുകാലിന് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് ഞൊണ്ടിയാണ് നടക്കുന്നത്. അതിൻ്റെ വിഷമമുണ്ടെങ്കിലും പൊതുവെ അവരെല്ലാവരും ലൈഫിൽ ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർ പുതിയ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റുകയാണ്. അതിനിടയ്ക്ക് വീട്ടിലെ സാധനങ്ങൾ മാറ്റാൻ വന്ന ഒരാൾ ഹീറോയുടെ അത്ഭുതത്തിൽ ചോദിക്കും, അയാൾ നിന്റെ മൂത്ത ചേട്ടൻ തന്നെയാണോ? അവന് എത്ര വയസ്സായി എന്നൊക്കെ. ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ഹീറോ വിചാരിക്കും. അപ്പോഴേക്ക് ചേട്ടൻ വന്ന് അയാളെ താഴേക്ക് വിളിച്ചു കൊണ്ടുപോകും. ആ വീട്ടിലെ ഒരു മുറി പഴയ വീടുടമസ്ഥൻ അയാളുടെ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജിൻസുക്കും അവൻ്റെ ചേട്ടനും തൽക്കാലം ഒരേ മുറിയിൽ താമസിക്കേണ്ടി വരും. ആ അടച്ചിട്ട മുറി ആദ്യം കാണുമ്പോൾ തന്നെ ഹീറോയിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവർ രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കും. അവനൊഴിച്ച് വേറെ ആരും ആ സൗണ്ട് കേട്ടതുമില്ല. ഇടി വെട്ടിയതായിരിക്കും എന്ന് അവരൊക്കെ പറയും. അപ്പോഴേക്ക് ശരിക്കും ഇടിയും മഴയും തുടങ്ങുകയും ചെയ്യും. എന്നാലും ഹീറോയിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കി കിടക്കും. അങ്ങനെ ഡിന്നറിന് ശേഷം ഹീറോ പഠിക്കാനിരിക്കുകയാണ്. അവൻ ഇനിയും പരീക്ഷ പാസ്സാവാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ വർഷം നീ എന്തായാലും പാസ്സാക്കും. ഈ വീടിന് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും അവനെ ആശ്വസിപ്പിക്കും. ചേട്ടൻ ഉറങ്ങിയ ശേഷം ഹീറോ ഒരു വാക്മാനിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ അടച്ചിട്ട മുറിയിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ആ മുറിയിലേക്ക് പോകരുത് എന്ന് അച്ഛൻ താക്കീത് ചെയ്തിരിക്കുന്നതാണ്. എങ്കിലും നോക്കിയിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ച് ഹീറോ ആ റൂമിൻ്റെ അടുത്തേക്ക് പോകും. ഈ റൂമിൽ വല്ല പ്രേതവുമുണ്ടോ എന്ന് പേടിച്ചാണ് അവൻ്റെ പോക്ക്. അവൻ ആ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിക്കാൻ പോകുമ്പോഴേക്കും പെന്നിൽ നിന്ന് ഒരു കൈ അവൻ്റെ തോളത്ത് തൊടും. അവൻ ഞെട്ടി വിറയ്ക്കും. നോക്കുമ്പോൾ അത് അവൻ്റെ ചേട്ടൻ തന്നെയായിരിക്കും. ആ റൂമിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ട കാര്യം അവൻ പറയുമെങ്കിലും ചേട്ടന് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ചേട്ടൻ അവനെയും കൂട്ടി മഴയത്ത് നടക്കാനിറങ്ങും. അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഫോൺ വരും. എന്തോ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്, അത്യാവശ്യമാണ് എന്നും പറഞ്ഞ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അത് എടുത്തു കൊടുത്ത് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് ചേട്ടൻ വീട്ടിലേക്ക് നടക്കും. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ വന്ന് ചേട്ടനെ അടിച്ചു വീഴ്ത്തി ഒരു കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്നത്. ഹീറോ ഓടിയെത്തുമ്പോഴേക്കും കാർ ദൂരെ എത്തിയിരിക്കും. എന്നാലും ആ കാറിൻ്റെ നമ്പർ ഹീറോ നോട്ട് ചെയ്തിട്ടുണ്ടാകും. അവൻ ഓടി ചെന്ന് വീട്ടിൽ അച്ഛനോടും അമ്മയോടും വിവരം പറയും. നടന്ന സംഭവത്തിന്റെ നടുക്കത്തിൽ അവൻ തളർന്ന് ബോധം കെട്ടി വീഴും. ബോധം വന്നപ്പോൾ ആദ്യം തന്നെ അവൻ ചേട്ടൻ എന്തു പറ്റി, അവൻ തിരിച്ചു വന്നോ എന്ന് അന്വേഷിക്കും. എന്നാൽ ചേട്ടൻ തിരിച്ചു വന്നു കാണില്ല. നടന്നതിനെ പറ്റി അന്വേഷിക്കാനായി 2 പോലീസുകാർ വീട്ടിൽ വന്നിട്ടുണ്ടാകും. തട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ ജിൻസുക് പറഞ്ഞു കൊടുക്കും. എന്നാൽ അത് ഒരു വ്യാജ നമ്പറാണെന്ന് പോലീസുകാർ അവരോട് പറയും. ഇത്തരത്തിൽ ഒട്ടേറെ കേസുകൾ കണ്ടതുകൊണ്ടാവണം പോലീസുകാർക്ക് ഈ കേസിലും വലിയ ശുഷ്കാന്തിയൊന്നുമില്ല. എങ്കിലും ആരെങ്കിലും പണം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്യുകയോ മറ്റോ ചെയ്താലോ എന്ന് കരുതി ഫോൺ ടാപ്പിംഗ് സംവിധാനമൊക്കെ സെറ്റ് ചെയ്ത് അവർ കാത്തിരിക്കും. ദിവസങ്ങൾ കടന്നുപോയിട്ടും അങ്ങനെ ഒരു ഫോൺ കോൾ വന്നതില്ല. ഇതൊക്കെ കാരണം ഭയങ്കര സ്ട്രെസ്സിലായ ജിൻസുക് ഡിപ്രഷന്റെ മെഡിസിൻസും കഴിക്കാൻ തുടങ്ങും. എങ്കിലും അവന്റെ ടെൻഷന് ഒരു കുറവും ഉണ്ടാകില്ല. ദിവസവും ഓരോ ദുസ്വപ്നം കണ്ട് അവൻ ഞെട്ടിയുണരും. ആ അടച്ചിട്ട മുറിയിൽ നിന്ന് ഒരു ഭീകര പ്രേതം വന്ന് തന്നെ ആക്രമിക്കുന്ന സ്വപ്നം കണ്ട് അവൻ രാവിലെ ഞെട്ടി എഴുന്നേൽക്കും. കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ അവന്റെ ചേട്ടൻ നിൽക്കുന്നുണ്ടാകും. കാണാതായി 19 ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നിരിക്കുന്നു. നടന്ന സംഭവത്തിന്റെ നടുക്കം കാരണം ചേട്ടന് ഇപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. കാത്തിരിക്കുകയേ അവർക്ക് വഴിയുള്ളൂ. അന്ന് ഉറങ്ങാൻ കിടന്ന ചേട്ടൻ രാത്രി എഴുന്നേറ്റ് എവിടെയോ പോയതായി ഹീറോയിന് തോന്നും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചേട്ടൻ കിടക്കയിൽ തന്നെ ഉണ്ട് താനും. അവൻ അന്നത്തെ ഡിപ്രഷന്റെ ഗുളിക കഴിക്കാൻ നോക്കുമ്പോഴേക്കും അത് താഴെ വീണുപോകും. അത് വീണ്ടും കഴിക്കുന്നതിന് മുന്നേ തന്നെ ചേട്ടൻ വരും. അവർ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആ നേരത്തെ ഹീറോ ചോദിക്കും, നീ ഇന്നലെ രാത്രി എവിടെയാണ് പോയത്? നീ ഗേറ്റ് തുറന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടതാണല്ലോ. ചേട്ടൻ ചെറുതായിട്ടൊന്ന് പരുങ്ങും. ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ, നിനക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞ് അവൻ കോളേജിലേക്ക് പുറപ്പെടും. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും കാലം ഇടതുകാൽ ഞൊണ്ടിയിരുന്ന ചേട്ടൻ ഇപ്പോൾ വലതുകാൽ ഞൊണ്ടുന്നു. അത് ചോദിച്ചപ്പോൾ നീ ചുമ്മാ കളിക്കല്ലേ, എനിക്ക് പോയിട്ട് പണിയുണ്ട് എന്ന് പറഞ്ഞ് ചേട്ടൻ പോകും.
അന്ന് രാത്രി നല്ല ക്ഷീണം, ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ഹീറോയിന് ഗുഡ് നൈറ്റും പറഞ്ഞ് ചേട്ടൻ കിടക്കും. ഹീറോ ആവട്ടെ പഠിച്ച് സ്റ്റഡി ടേബിളിൽ കിടന്നുറങ്ങിപ്പോകും. ഇത്തിരി നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന ഹീറോനെ നോക്കി അടുത്ത് ചേട്ടൻ നിൽക്കുന്നുണ്ടാകും. അവൻ പുറത്തേക്ക് പോകാനുള്ള വേഷത്തിലാണ്. കാഴ്ചയിലും അവന്റെ മട്ടും ഭാവവും ആകെ മാറിയിട്ടുണ്ട്. അവിടെ കിടന്നിരുന്ന ഒരു പെൻസിലിന്റെ മുന നീട്ടി ഹീറോന്റെ കണ്ണിൽ കുത്താൻ ചേട്ടൻ ശ്രമിക്കും. എന്നാൽ ഹീറോ ഇതൊന്നും അറിയുന്നുമില്ല. അവൻ നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പിച്ച ശേഷം ചേട്ടൻ രഹസ്യമായി പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോ ഉറക്കം നടിച്ച് കിടക്കുകയായിരിക്കും. അവൻ ചേട്ടൻ അറിയാതെ അവനെ പിന്തുടരും. അപ്പോഴാണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. കാലിൽ ഞൊണ്ടലുള്ള തന്റെ ചേട്ടൻ ഒരു കുഴപ്പവുമില്ലാതെ നടന്ന് ഒരു കാറിൽ കയറി പോകുന്നു. ജിൻസുക് ഞെട്ടും. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു വന്നത് തന്റെ ചേട്ടൻ തന്നെയാണോ, അതോ അവന്റെ രൂപമുള്ള വേറെ ആരെങ്കിലുമോ? ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൻ മറ്റൊരു ടാക്സിയിൽ ചേട്ടൻ പോയ ടാക്സിയെ പിന്തുടരും. അങ്ങനെ ചേട്ടൻ വണ്ടിയിൽ നിന്നിറങ്ങി ഒരു സ്ട്രീറ്റിൽ കൂടി ആളൊഴിഞ്ഞൊരിടത്തെത്തും. അവിടെ വേറെ രണ്ടുപേർ അവനെ കാത്തു നിൽക്കുന്നുണ്ടാകും. ബോസ് എന്നാണ് അവർ ചേട്ടനെ വിളിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ ചേട്ടന്റെ മിസ്സിംഗ് അന്വേഷിക്കാൻ വേണ്ടി വന്ന പോലീസുകാരാണ്. അവർ ഇവന്റെ ചേട്ടന്റെ ഗുണ്ടകളായിരിക്കും. ചേട്ടനോ അതോ ചേട്ടനെ പോലെ നടിക്കുന്നവനോ? എല്ലാം ഒരു തട്ടിപ്പാണെന്ന് ഹീറോന് അപ്പോൾ മനസ്സിലാകും. അപ്പോഴേക്കും ആ ഗുണ്ടകൾ അവനെ കണ്ടിട്ടുണ്ടാകും. അവർ ഇവനെ പിടിക്കാനായി പിറകെ തന്നെ ഓടും. ഭാഗ്യം കൊണ്ട് അവൻ ഒരിടത്ത് ഒളിച്ചിരിക്കും. ഗുണ്ടകൾ കാണാതെ അവൻ രക്ഷപ്പെടും. എന്നാലും അവന് അധികം ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അവന്റെ ചേട്ടൻ പിറകിലൂടെ വന്ന് കടന്നു പിടിച്ച് അവന്റെ വായ പൊത്തും. അതോടെ അവന്റെ ബോധവും പോകും. പിറ്റേന്ന് ഉറക്കമുണരുമ്പോൾ ഹീറോ തലേന്ന് കിടന്ന പോലെ അവന്റെ സ്റ്റഡി ടേബിളിൽ കിടക്കുകയാണ്. അവൻ ഞെട്ടി എഴുന്നേൽക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ചേട്ടനും തലേന്ന് രാത്രി കിടന്ന പോലെ അവിടെ തന്നെയുണ്ട്. ചേട്ടനെ കണ്ടപ്പോൾ ഹീറോ വീണ്ടും ഞെട്ടും. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഞെട്ടുന്നതെന്ന് ചേട്ടൻ ചോദിക്കുമ്പോഴേക്കും അവൻ പേടിച്ച് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ബാത്റൂമിൽ കയറി കഥ കിടക്കും. എന്താണ് നടന്നത് എന്ന് അവന് മനസ്സിലാകില്ല. നടക്കുന്നതൊക്കെ സ്വപ്നമാണോ അതോ സത്യമോ? അപ്പോഴേക്കും ചേട്ടനും പിന്നാലെ വന്ന് എന്തു പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ, വാതിൽ തുറക്ക് എന്നൊക്കെ പറയും. പക്ഷെ അവൻ വാതിൽ തുറക്കില്ല. അകത്തുനിന്ന് ദേഷ്യത്തിൽ ചോദിക്കും, നീ എപ്പോഴും രാത്രി എങ്ങോട്ടാണ് പോകുന്നത്? ആ പോലീസുകാരെ വന്നവരുമായി നിനക്ക് എന്താ ഇടപാട്? ഞാൻ എല്ലാം കണ്ടു. ചേട്ടനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ നീ എന്തൊക്കെയാണ് പറയുന്നത്? രാത്രി ഞാൻ എവിടെ പോകാനാണ്? നീ സ്വപ്നം കാണുന്നതായിരിക്കും എന്നൊക്കെ പറയും. എന്നാൽ ഹീറോന് അതൊന്നും വിശ്വാസമാവില്ല. അവൻ ചോദിക്കും, നീ ആരാണ്? എൻ്റെ ചേട്ടൻ എവിടെ? അവനെ നിങ്ങൾ എന്ത് ചെയ്തു? അതിന് മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ ഒരു പൈപ്പ് കഷ്ണം എടുത്ത് പുറത്തിറങ്ങും. അപ്പോഴേക്ക് ചേട്ടൻ അവനെ കടന്നു പിടിച്ച് കീഴ്പ്പെടുത്തി നിലത്ത് കിടത്തും. അപ്പോൾ ചേട്ടൻ പറയും, നീ വിചാരിക്കുന്നതൊന്നും സത്യമല്ല. ഞാൻ ഇന്നലെ രാത്രി എവിടെയും പോയിട്ടില്ല. പെൻസിലിനെ കൊണ്ട് നിന്നെ കുത്താൻ വന്നതും ആ ടാക്സിയും നിന്നെ പിടിക്കാൻ വന്ന മനുഷ്യന്മാരും ഒന്നും യഥാർത്ഥത്തിൽ നടന്നതല്ല. അപ്പോൾ ഹീറോ ചോദിക്കും, നടന്നതല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്? അപ്പോൾ ചേട്ടൻ പറയും, എല്ലാം നിന്റെ മരുന്നുകൾ കാരണമാണ്. നീ ഇന്നലെ നിന്റെ മരുന്ന് കഴിച്ചിരുന്നോ? അപ്പോഴാണ് ഹീറോയിന് അവൻ തലേന്ന് മരുന്ന് കഴിക്കാത്തത് ഓർമ്മ വരിക. അതോടെ അവൻ ചേട്ടൻ പറയുന്നത് ബോധ്യപ്പെടും. ഇതൊക്കെ തൻ്റെ വെറും സ്വപ്നങ്ങൾ മാത്രമാണെന്ന് അവന് വിശ്വാസമാകും. അവൻ ചേട്ടനോട് സോറിയൊക്കെ പറയും. ചേട്ടൻ കോളേജിലേക്ക് പോയ ശേഷം പഠിക്കാനിരിക്കുന്ന ഹീറോ ഞെട്ടും. ഇന്നലെ ചേട്ടൻ അവൻ്റെ കണ്ണിലേക്ക് കുത്താൻ നോക്കിയ പെൻസിലിന്റെ മുന അവിടെ കിടക്കുന്നു. അതോടൊപ്പം നേരത്തെ അവനെ എല്ലാം സ്വപ്നമാണെന്ന് ബോധ്യപ്പെടുത്താൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. ടാക്സി പിടിച്ച കാര്യം താൻ ഒരിക്കലും അവനോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ അവൻ അതിനെപ്പറ്റി അറിഞ്ഞു? തന്നെ ചേട്ടൻ സമർത്ഥമായി പറ്റുകയാണെന്ന് അവൻ അതോടെ ബോധ്യപ്പെടും. അവൻ ഇക്കാര്യം ഉടനെ തന്നെ അവൻ്റെ അമ്മയെ അറിയിക്കും. അവരും ഇത് കേട്ട് ഞെട്ടും. അത് നമ്മുടെ യൂസുക്കല്ല. ഇന്നും അവൻ രാത്രി പുറത്തു പോവുകയാണെങ്കിൽ നമുക്ക് അച്ഛനെയും കൂട്ടി അവനെ പിന്തുടരാം എന്ന് അവർ തീരുമാനിക്കും. അന്ന് രാത്രിയും അവൻ ഒരു ഭീകര സ്വപ്നം കണ്ട് ഞെട്ടിയുണരും. എന്നിട്ട് അടുക്കളയിൽ കയറി വെള്ളം കുടിച്ച് അവൻ റൂമിലേക്ക് മടങ്ങുമ്പോഴാണ് അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവനെല്ലാം മനസ്സിലാക്കി. നീ അവൻ്റെ സഹോദരനല്ല എന്ന് അവൻ എന്നോട് വ്യക്തമായി പറഞ്ഞു എന്നൊക്കെ അമ്മ ഫോണിൽ ചേട്ടനോട് പറയുകയാണ്. ഇത് കേട്ട ഹീറോ ഞെട്ടിപ്പോകും. സ്വന്തം അമ്മ തന്നെ തനിക്കെതിരെയാണോ? അല്ല, ഇതിനി എൻ്റെ അമ്മ തന്നെയല്ലേ? അവൻ പേടിച്ചു വിറക്കും. അറിയാതെ അവൻ നിലത്ത് ചവിട്ടി ഒരു ശബ്ദമുണ്ടാവും. ആരോ താൻ പറയുന്നത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമാകും. അവർ വന്ന് അവിടെയൊക്കെ പരിശോധിക്കുമെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാവും നമ്മുടെ ഹീറോ. അമ്മ മുകളിൽ തന്റെ മുറിയിൽ കയറി പരിശോധിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവൻ ബാത്റൂം ജനൽ വഴി പുറത്തിറങ്ങി പൈപ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. കൊടും മഴയായിരിക്കും പുറത്ത്. അതിനാൽ പെട്ടെന്നൊന്നും അവന് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. എങ്കിലും അമ്മ മുകളിൽ എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ കിടക്കയിൽ കയറി പറ്റും. അമ്മ നോക്കുമ്പോൾ അവൻ ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. എങ്കിലും അവർ പുതപ്പ് മാറ്റി നോക്കും. നനഞ്ഞു കുളിച്ച് കിടന്ന ഹീറോനെ കാണുന്നതോടെ അവനെല്ലാം കേട്ടു എന്ന് അവർക്ക് മനസ്സിലാകും. താനും ഇവിടെ സുരക്ഷിതനല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് അവന് മനസ്സിലാകും. അവൻ വീണ്ടും ജനാല വഴി പുറത്തിറങ്ങി റോഡിലെത്തുമ്പോഴേക്കും മുന്നിൽ തന്നെ അവന്റെ അച്ഛൻ നിൽക്കുന്നുണ്ടാകും. ചേട്ടനും അമ്മയും ഒക്കെ ഉടായ്പാണെങ്കിൽ അച്ഛനും അങ്ങനെ തന്നെ ആവുമെന്ന് മനസ്സിലാക്കി അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അയാളും അവന്റെ ഫേക്ക് ചേട്ടനും പിന്തുടരുന്നുണ്ടെങ്കിലും ഹീറോ നേരെ ചെന്നെത്തുന്നത് ഒരു പോലീസ് വണ്ടിയുടെ മുന്നിലാണ്. അങ്ങനെ പോലീസ് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. സ്റ്റേഷനിൽ വെച്ച് അവൻ കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറയും. ഒരു കൂട്ടം ആൾക്കാർ അവന്റെ വീട്ടുകാരെ പോലെ ഒരു മാസത്തോളം അഭിനയിച്ചിട്ടും അതവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസുകാരന്റെ സംശയം. അങ്ങനെ ഇനിയും ഉത്തരം കിട്ടാത്ത ഒരു കൂട്ടം ചോദ്യങ്ങളുമായാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ അവന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. ഒരാളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഐഡന്റിറ്റി നമ്പറാണ് അത്. ഇനിയാണ് ഈ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ചെക്ക് ചെയ്ത പോലീസുകാരൻ പറയും, നീ 1977 ജനിച്ചത്.
അപ്പോൾ നിനക്കിപ്പോൾ 41 വയസ്സായി. അപ്പോൾ നമ്മുടെ ഹീറോ വിചാരിക്കും, ഇയാൾ എന്തായി പറയുന്നത്, എനിക്ക് 21 വയസ്സാണ്, ഇത് 1997 അല്ലേ, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് 41 വയസ്സാകുന്നത്? ഇത് കേട്ട പോലീസുകാർക്കും അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നവർക്കും ഒക്കെ ചിരി വരും. ഇവനെന്തോ വട്ട് കേസാണെന്ന് അവർക്ക് തോന്നും. ഒരു പോലീസുകാരൻ പറയും, ആ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് നോക്ക്, എന്നിട്ട് പറയും നിനക്ക് എത്ര വയസ്സാണെന്ന്. ആ കലണ്ടറിലേക്ക് നോക്കുന്ന അവൻ ഷോക്കാവും. അത് 2017 കലണ്ടറാണ്. അവന്റെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നതാവട്ടെ 1997 കലണ്ടറും. സ്റ്റേഷനിൽ ചുറ്റും നോക്കിയ ഹീറോ അപ്പോഴാണ് അവിടെയുള്ള പുതിയ ടൈപ്പ് LED ടിവിയും ആൾക്കാരുടെ കയ്യിലെ സ്മാർട്ട് ഫോൺസും ഒക്കെ ശ്രദ്ധിക്കുന്നത്. അതിലും വലിയൊരു ഷോക്ക് അവനുണ്ടാകുന്നത് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ്. അവൻ തൻ്റേതെന്ന് കരുതിയിരിക്കുന്ന മുഖം ആകെ മാറിയിരിക്കുന്നു. അത് പ്രായത്തിന്റെ ചുളിവുകളും പാടുകളുമുള്ള ഒരു 41കാരൻ്റെതായി മാറിയിരിക്കുന്നു. വിടുമാറുന്ന ദിവസം സഹായത്തിന് വന്ന അവൾ അത് തന്റെ ചേട്ടൻ തന്നെയാണോ എന്നൊക്കെ ജിൻസുക്കിനോട് ചോദിച്ചിരുന്നില്ലേ? അതിന്റെ കാര്യം ഇപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. തന്നെ കുറച്ച് ആളുകൾ ചേർന്ന് ഇത്ര കാലമായി പറ്റുകയായിരുന്നു എന്ന് അവന് മനസ്സിലായി. പക്ഷെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ താൻ വീണ്ടും അതേ വീട്ടിലേക്ക് പോകണമെന്ന് അവന് മനസ്സിലായി. പറ്റിക്കപ്പെട്ടതിന്റെ സങ്കടത്തെക്കാൾ എന്തിനു ഇങ്ങനെയൊക്കെ തന്നോട് ചെയ്തു എന്നതിന്റെ ദേഷ്യമാണ് അവന്. തിരിച്ച് ആ വീട്ടിലെത്തി അവൻ അവിടെ ആരെയും കാണില്ല. പക്ഷെ മുകളിൽ നിന്ന് ഒരു സോങ് പ്ലേ ചെയ്യുന്നത് അവന് കേൾക്കാം. അവൻ മുകളിൽ കയറി ചെന്നപ്പോൾ ആ പാട്ട് കേൾക്കുന്നത് അവിടെ തുറക്കാതെ വെച്ചിരുന്ന സീക്രട്ട് റൂം ഉണ്ടല്ലോ, അവിടെ നിന്നാണ്. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറും. അകത്ത് കയറിയ അവൻ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ ഡമ്മിയാണ്. അടുത്ത് തന്നെ ചോര പുരണ്ട ഒരു കത്തിയും. ആ മുറിയിലെ പിയാനോയിലും ടേപ്പ് റെക്കോർഡറിലും ഒക്കെ ആകെ രക്തം പുരണ്ടിരിക്കുന്നുണ്ടാകും. അതൊക്കെ കണ്ട് ഹീറോ ആകെ ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കും. അല്ലെങ്കിൽ തന്നെ തനിക്ക് ചുറ്റും നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ കൂടെ വീണ്ടും വീണ്ടും ഓരോ കുഴപ്പിക്കുന്ന സംഭവങ്ങൾ. അപ്പോഴേക്കും അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയും അച്ഛനും ചേട്ടനും അവിടേക്ക് വരും. അവരോട് ഹീറോ ചോദിക്കും, നിങ്ങളൊക്കെ ആരാ? അപ്പോൾ അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ പറയും, അത് മാത്രം അറിഞ്ഞാൽ മതിയോ നിനക്ക്? മരിക്കുന്നതിന് മുന്നേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ താൻ അറിയാനുണ്ട് എന്ന്. അങ്ങനെ അയാൾ പഴയൊരു കഥ പറയും. 20 വർഷങ്ങൾക്ക് മുന്നേ 1997 ഡിസംബർ 20 ഇതേ മുറിയിൽ വെച്ച് ഒരു അമ്മയും മകളും കൊല്ലപ്പെട്ടിരുന്നു. ഒന്നും മോഷണം പോയിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടി ആര് ആ കൊലകൾ നടത്തി? വലിയൊരു കോളിളക്കമുണ്ടായ കേസായിരുന്നു അത്. പോലീസ് വർഷങ്ങളോളം അന്വേഷിച്ചു. എന്നാൽ അവർക്ക് കൊലയാളിയെ കണ്ടുപിടിക്കാനോ കാര്യമായ തെളിവുകൾ കണ്ടെത്താനോ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴേക്കും കേസ് തെളിയിക്കാനുള്ള പോലീസിന്റെ ആവേശവും തണുത്തിരുന്നു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും കൊലപാതകയെ കണ്ടുപിടിച്ച് അവനോട് പ്രതികാരം ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ വേറെ ആൾക്കാരെ തന്നെ നിയമിച്ചു. അവരും ഏറെക്കാലം അന്വേഷിച്ചു. വീണ്ടും 4 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അയാളെ കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ എന്തൊക്കെ വിധത്തിൽ ചോദിച്ചിട്ടും ദ്രോഹിച്ചിട്ടും അയാളൊന്നും പറഞ്ഞില്ല. കാരണം അയാൾക്ക് ഒന്നിനെ പറ്റിയും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ജിൻസുങ് ചോദിക്കും, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാനാണ് ആ കൊലയാളി എന്നോ? അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അത് ഞാൻ അല്ലേ അല്ല. അപ്പോൾ അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ പറയും, അത് നീ തന്നെയാണ്, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. എന്നാലും അവന് ഒന്നും ഓർമ്മയില്ലാത്തതിനാൽ അവനോട് പ്രതികാരം ചെയ്യാൻ ഇരകളുടെ കുടുംബത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവന്റെ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ ഒരു ഹിപ്നോട്ടൈസ് വിദഗ്ധനെ അവർ കൊണ്ടുവന്നു. അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാനായി അവർ ഹിപ്നോതെറാപ്പി ഉപയോഗിച്ച് നോക്കി. എന്നാൽ അതിനും ഒരു ഫലവും ഉണ്ടായില്ല. അവന് ഡിസോസിയേറ്റ് അമ്നീഷ്യ ആണെന്ന് അവർക്ക് മനസ്സിലായി. അതായത് അവന് വേദന നൽകുന്ന അനുഭവങ്ങളും ഓർമ്മകളും അവന്റെ മനസ്സ് തന്നെ മറന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ കൊലപാതകം നടത്തിയ കാലത്തുള്ള ഓർമ്മകളൊന്നും അവനിൽ ഇപ്പോൾ ബാക്കിയില്ല. അവൻ എന്തിനും ആ കൊലപാതകങ്ങൾ ചെയ്തു എന്ന് അറിയണമെങ്കിൽ അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ അവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവന്റെ ലൈഫിലെ ട്രാജഡികൾ നടക്കുന്നതിന് മുന്നുള്ള കാലത്തേക്ക് കൊണ്ടുപോയി. അവൻ ജീവിക്കുന്നത് 1997 അവൻ 21 വയസ്സാണെന്നും അവൻ മാതാപിതാക്കളുടെയും ചേട്ടന്റെയും കൂടെ പുതിയ വീട്ടിലേക്ക് പോവുകയാണെന്നും അവനെ അവർ വിശ്വസിപ്പിച്ചു. ആ ഹിപ്നോസിസിൽ നിന്നും ഹീറോ ഞെട്ടി ഉണരുന്നതാണ് നമ്മൾ സിനിമയുടെ ഏറ്റവും ആദ്യം കണ്ട സീൻ. ജിൻസുക്കിന് ആദ്യമായി ആ വീട് കണ്ടപ്പോൾ തന്നെ മുന്നേ കണ്ടതായ ഒരു ഓർമ്മ വന്നതും അതുകൊണ്ട് തന്നെ. ആ വീട്ടിൽ ഉണ്ടായിരുന്ന അടച്ചിട്ട മുറിയിൽ പഴയ കൊലപാതക രംഗം അതേപോലെ ഒരുക്കിയെടുക്കുകയായിരുന്നു അവർ. അതിന്റെ ഇടയിലുള്ള ശബ്ദങ്ങളാണ് ഹീറോ കേട്ടതും മറ്റുള്ളവർ കേട്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നതും. കൊലപാതകങ്ങൾ നടന്നത് ഒരു മഴയുള്ള രാത്രിയായിരുന്നു. അതിനാലാണ് വീട്ടിൽ വന്ന ദിവസത്തെ ആ മഴയുള്ള രാത്രി അവനെ തനിച്ചാക്കി അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് തിരിച്ചു വന്നത്. ജിൻസുക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്ന് അവർ പുനരാവിഷ്കരിച്ച ആ കൊലപാതക രംഗം കാണുമ്പോൾ അവന് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ അവരുടെ പ്ലാൻസ് ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ആ രാത്രി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടനെ ആരൊക്കെയോ കടത്തിക്കൊണ്ടുപോയി. അന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയത് പോലീസുകാരായിരുന്നു. വഞ്ചനാക്കുറ്റത്തിന് അവർ അവനെ അകത്താക്കി. ഒടുവിൽ പ്രോബ്ലംസ് ഒക്കെ ഒതുക്കി പുറത്തിറങ്ങിയ ശേഷവും അവർ പഴയ പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിക്കും. പക്ഷേ വരും ദിവസങ്ങളിലൊന്നും മഴ ഉണ്ടായിരുന്നില്ല. മഴയില്ലാതെ അവർക്ക് പ്ലാൻ ചെയ്യുകയും സാധ്യമായിരുന്നില്ല. ഇതിനിടയിലാണ് ജിൻസുക്കിന് ഓരോ സംശയങ്ങൾ ഉണ്ടാകുന്നതും അവൻ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടനെ ഫോളോ ചെയ്തു പോകുന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ. ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ജിൻസുക്കിനെ അവർ കാറിൽ കയറ്റി കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി അവൻ കാറിൽ നിന്ന് ഡോർ തുറന്ന് റോഡിലേക്ക് ചാടും. ബാക്കിയുള്ളവരൊക്കെ അവനെ ചേസ് ചെയ്യും. ചേസിന്റെ ഇടയിൽ വേഗവും വെപ്രാളവും കാരണം അവരുടെ വണ്ടി ആക്സിഡന്റിൽ പെടും. രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് ജിൻസുക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് അവനെയും ഇടിക്കുന്നത്. അതോടെ അവന്റെ ബോധവും പോകും. ആരൊക്കെയോ ചേർന്ന് എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കും. ആ ആക്സിഡന്റിൽ തലക്ക് അടി കിട്ടിയതോടെ ജിൻസുക്കിന് അവന്റെ പഴയ ഓർമ്മകളും തിരിച്ചു കിട്ടും. അവനും അച്ഛനും അമ്മയും ചേട്ടനും കൂടെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. അതിന്റെ ഇടയിൽ വെച്ച് അവരുടെ കാർ ആക്സിഡന്റിൽ പെടും. ആ ആക്സിഡന്റിൽ അവന്റെ അച്ഛനും അമ്മയും മരിക്കും. ചേട്ടനാവട്ടെ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലുമാകും.
മാസങ്ങളോളമായി ചേട്ടൻ ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും. ചേട്ടനെ രക്ഷിക്കാൻ ഓപ്പറേഷൻ നടത്താൻ അവന് ഒരുപാട് പണം ആവശ്യമായിരുന്നു. എന്നാൽ ജോലിയൊന്നുമില്ലാത്ത അവൻ എങ്ങനെ അത്രയും പണം ഉണ്ടാക്കാനാണ്? അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി നോക്കും. എന്നാൽ അവൻ അഡ്വാൻസായി പണം ആവശ്യപ്പെടുന്നതുകൊണ്ട് ആരും അവന് ജോലി നൽകാനും തയ്യാറാവില്ല. അങ്ങനെ അവൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ചേട്ടനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതോടെ ജിൻസുക്ക് ആകെ നിരാശയിലും സങ്കടത്തിലുമാകും. അപ്പോഴാണ് അവന് പണം ഞാൻ തരാം, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാമോ എന്ന് ഒരു മെസ്സേജ് കിട്ടുന്നത്. ചേട്ടന്റെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമായതിനാൽ അവനൊന്നും ആലോചിക്കാതെ ആ ഓഫർ സ്വീകരിക്കും. ഒരാളെ കൊന്നാൽ നിനക്ക് ഞാൻ പണം തരാം എന്നായിരുന്നു ആ ഓഫർ. ഒരുപാട് വിഷമത്തിലും മാനസിക സംഘർഷത്തിലുമാണെങ്കിലും ചേട്ടന്റെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമായതിനാൽ മനസ്സോടെ അവൻ ആ കൊലപാതകം ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ അവനെ ജോലി ഏൽപ്പിച്ച ആൾ കൊല്ലേണ്ട ആളുടെ അഡ്രസ്സ് അവന് കൊടുക്കും. ആ വീട്ടിൽ 3 ആൾക്കാരുണ്ടെന്നും അതിൽ സ്ത്രീയെ മാത്രമാണ് കൊല്ലേണ്ടതെന്നും കുട്ടികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്നും അയാൾ നിർദ്ദേശിക്കും. അങ്ങനെയാണ് കൊല ചെയ്യുന്നതിനായി അവൻ ആ വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയെയും കുഞ്ഞിനെയും കാണുമ്പോൾ അവന്റെ മനസ്സ് മാറും. അവൻ ആരെയും ഉപദ്രവിക്കാതെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആ സ്ത്രീ എഴുന്നേൽക്കുന്നത്. അവനെ കണ്ട് അവർ പേടിച്ച് നിലവിളിക്കും. അവൻ അവരെ സമാധാനിപ്പിച്ച് പേടിക്കണ്ട, ഞാൻ പോയിക്കൊള്ളാം, നിങ്ങളൊന്നും ചെയ്യില്ല, സോറി എന്നൊക്കെ പറയും. എന്നാൽ അപ്പോഴേക്ക് താഴത്തെ ബഹളം കേട്ട് അവരുടെ മൂത്ത പെൺകുട്ടിയും അങ്ങോട്ടേക്ക് വരും. ജിൻസുക്കിനെ കണ്ട് അവളും പേടിച്ച് നിലവിളിക്കും. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തില്ല. അവളെ പിടിച്ച് നിർത്താനായി ജിൻസുക്ക് മുകളിലേക്ക് പോകും. മൽപ്പിടുത്തത്തിനിടയിൽ അറിയാതെ അവന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കുത്തേറ്റ് ആ പെൺകുട്ടി മരിക്കും. അതിന് പിറകെ വന്ന അമ്മയും മകൾ മരിച്ചു കിടക്കുന്നത് കണ്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. അവരുടെ ബഹളം നിർത്താനായി അവൻ അവരെയും പിടിച്ചു നിർത്തും. അപ്രതീക്ഷിതമായി അവന്റെ കത്തി കൊണ്ട് ആ സ്ത്രീയും മരിക്കും. ഇതോടെ ഭയം കൊണ്ടും സങ്കടം കൊണ്ടും വിറച്ച ജിൻസുക്ക് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് പിറകെ നിന്നൊരു ചെറിയ കുട്ടി അവനോട് എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നത്. ആ കുഞ്ഞിനോട് എന്തു പറയണമെന്ന് അവന് മനസ്സിലായില്ല. മോൻ മുറിയിൽ പോയിരുന്ന 1 മുതൽ 100 വരെ 10 തവണ എണ്ണു, അപ്പോഴേക്ക് അമ്മയും ചേച്ചിയും തിരിച്ചു വരും എന്ന് ആ കുഞ്ഞിനോട് അവൻ പറയും. കുട്ടിയാവട്ടെ അവൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കും. ഈ നേരത്തെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവൻ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഫാമിലി ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കണ്ട് അവൻ ഞെട്ടും. കാരണം അതിലുള്ളത് അവന്റെ ചേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും. സ്വന്തം ഭാര്യയെ കൊല്ലാനാണ് അയാൾ ജിൻസുക്കിനെ ഏർപ്പാടാക്കിയത്. ഇതേ നേരം ഡോക്ടർ ആവട്ടെ ഒരു ബിൽഡിങ്ങിന്റെ ടെറസിൽ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് വീട്ടിൽ നിന്ന് ചെറിയ മോൻ വിളിച്ച് അയാളോട് പറയുന്നത് അമ്മയും ചേച്ചിയും ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്, അവർ അനങ്ങുന്നില്ല എന്ന്. മകൾക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിയ അയാൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ ജിൻസുങ് അയാളുടെ പിറകിൽ നിൽക്കുന്നുണ്ടാകും. എന്നെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യിച്ചത് ഡോക്ടർ, അത് നിങ്ങളുടെ കുടുംബമല്ലേ എന്ന് അവൻ കരഞ്ഞുകൊണ്ട് ചോദിക്കും. ഡോക്ടർ ആകെ സാമ്പത്തിക പ്രാരാബ്ധത്തിലായിരിക്കും. ഭാര്യ മരിച്ചാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് തുക കൊണ്ട് മക്കളെങ്കിലും നന്നായി നോക്കാം എന്നായിരിക്കും അയാളുടെ പ്രതീക്ഷ. എന്നാൽ അയാളുടെ മകളും മരണപ്പെട്ടു. നീ എന്റെ പ്ലാനുകളെല്ലാം തകിടം മറിച്ചു, നിന്റെ ചേട്ടൻ പെട്ടെന്ന് മരിക്കും, നീ ഇപ്പോൾ തന്നെ മരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ ജിൻസുങ്ങിനെ കൊല്ലാൻ ശ്രമിക്കും. എന്നാൽ ആ മൽപ്പിടുത്തത്തിനിടയിൽ ഡോക്ടർ അറിയാതെ ടെറസിൽ നിന്ന് താഴേക്ക് വീഴും. അവൻ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും ഡോക്ടർ താഴെ വീണ് മരിക്കും. ഒരുമിച്ച് ഇത്രയും ദുരന്തങ്ങൾ കണ്ട ആഘാതത്തിൽ അവന് സംഭവിച്ചത് എല്ലാം മറന്നുപോകുന്നു. ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ജിൻസുക്കിന് ബോധം വരാനായി കാത്തിരിക്കുകയാണ് അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ. ജിൻസുക്കിന് ബോധം തെളിഞ്ഞതോടെ ഒരു പോയിസൺ കുത്തിവെച്ച് അവനെ കൊല്ലാനാണ് അവന്റെ പ്ലാൻ. എന്നാൽ ആ പോയിസൺ കുത്തിവെക്കുന്നതിന് മുന്നേ മരിച്ചവരുടെ കുടുംബം എവിടെയാണ് എന്നും അവരോട് എനിക്ക് മാപ്പ് പറയണമെന്നും ജിൻസുക്ക് പറയും. അതോടെ അവന് ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടന് മനസ്സിലാകും. അയാൾ അവനോട് ചോദിക്കും, നീ എന്തിനാണ് ഇത് ചെയ്തത്? ആരെങ്കിലും നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? മരിച്ച സ്ത്രീയുടെ പേരിൽ വലിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഭർത്താവ്. അയാളാണോ പണത്തിനു വേണ്ടി നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്? അതിനു പുറമെ അന്ന് ജിൻസുക്ക് കൊല്ലാതെ വിട്ടിരുന്ന കുട്ടിയില്ലേ, അത് താനാണ് എന്നും അവൻ വെളിപ്പെടുത്തും. അമ്മയും അച്ഛനും ഒക്കെ മരിച്ച ശേഷം അവന്റെ ജീവിതം നരകപൂർണ്ണമായിരുന്നു. അന്ന് അവൻ തീരുമാനിച്ചതാണ് തന്റെ കുടുംബവും ജീവിതവും നശിപ്പിച്ച ആളെ തേടി കണ്ടെത്തി കൊല ചെയ്യണമെന്ന്. താൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട അവനോട് ജിൻസുക്ക് കരഞ്ഞു മാപ്പ് പറയും. എന്നാലും അവന്റെ അച്ഛനാണ് അമ്മയെ കൊല്ലാൻ ഏർപ്പാടാക്കിയത് എന്ന സത്യം അയാൾ അവനോട് പറയുന്നില്ല. എല്ലാം താൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് എന്ന് അവൻ കുറ്റം ഏറ്റെടുക്കും. ഈ പ്രായത്തിൽ തന്നെ ഒട്ടേറെ വിഷമങ്ങൾ അനുഭവിച്ച അവനെ സ്വന്തം അച്ഛനെ പറ്റിയുള്ള ഈ സത്യം കൂടി അറിഞ്ഞ് കൂടുതൽ വിഷമം ആവേണ്ട എന്ന് കരുതിയാവും അവൻ അങ്ങനെ ചെയ്തത്. എങ്കിലും അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. തന്റെ അച്ഛൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും ഇൻഷുറൻസിന് വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തതെന്നും. താൻ ചെയ്ത തെറ്റ് ഓർമ്മ വന്നപ്പോൾ അതിന് മാപ്പ് പറയുകയും കുറ്റങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്ത ജിൻസുക്കിനെ അവൻ കൊല്ലാതെ തിരിച്ചു വരും. അവൻ ഹോസ്പിറ്റൽ കോറിഡോറിൽ കൂടി നടക്കുമ്പോൾ ഒരു നഴ്സ് പറയും, മിസ്റ്റർ, അങ്ങോട്ടേക്ക് വഴിയില്ല എന്ന്. എന്നിട്ടും അയാൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് കണ്ട നഴ്സ് പിന്നാലെ ചെല്ലും. അപ്പോഴേക്കും അവൻ ഹോസ്പിറ്റൽ ജനൽ വഴി താഴേക്ക് ചാടി നിലത്ത് ചോര വാർന്ന് കിടക്കുന്നുണ്ടാകും. ഇതേ നേരം ജിൻസുക്ക് ആവട്ടെ നേരത്തെ മറ്റവൻ തന്നെ കൊല്ലാൻ കൊണ്ടുവന്ന പോയിസൺ സ്വയം കുത്തിവെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. അവർ രണ്ടുപേരും ഒരേ നേരം ജീവൻ വെടിയുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ ഹീറോ എടുത്ത തീരുമാനം കൊണ്ട് ജീവിതം അപ്പാടെ മാറി മറിഞ്ഞതാണ് ഈ ഫിലിമിലെ 2 മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയും. ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന തിരിച്ചറിവുകളോടെ മരണത്തിന് മാത്രം മായ്ക്കാൻ പറ്റുന്ന മുറിവുകളാണ് തങ്ങളുടേതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായിരിക്കാം. പ്രേക്ഷകരെ തുടക്കത്തിൽ സസ്പെൻസുകൾ കൊണ്ട് ത്രില്ലടിപ്പിക്കുന്ന സിനിമ വളരെ ഇമോഷണലായാണ് അവസാനിക്കുന്നത്. ആരാണ് ശരിക്കും ഈ കഥയിലെ ഹീറോ, ആരാണ് വില്ലൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുമല്ലോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റോറി ടെല്ലർ സെയിങ് ബൈ ടു ഓൾ.